Hi. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ഗ്രീൻസ് തിയറത്തിന്റെ കുറച്ച് അപ്ലിക്കേഷൻസ് ആണ്. ലൈൻ ഇന്റഗ്രൽ യൂസ് ചെയ്തിട്ട് ഏരിയ കണ്ടുപിടിക്കുന്നത്, എങ്ങനെയാണ് ഗ്രീൻസ് തിയറം വെച്ച് നമ്മളത് ഡിറൈവ് ചെയ്യുക, അതുപോലെ തന്നെ വെക്ടർ ഫോഴ്സ് ഫീൽഡിന്റെ വർക്ക് ഡൺ എങ്ങനെ നമുക്ക് ഗ്രീൻസ് തിയറം യൂസ് ചെയ്ത് കണ്ടുപിടിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ച് കുറച്ച് പ്രോബ്ലംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ബിടെക് മാത്തമാറ്റിക്സ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രിപ്ഷന്റെ കൂടെ കാണുന്ന ബെല്ലൈക്കനെ കൂടെ എനേബിൾ വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. ഗ്രീൻസ് തിയറം നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അതിന്റെ അഡീഷണൽ പ്രോബ്ലംസ് ആണ് നമ്മളൊന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഗ്രീൻസ് തിയറം എല്ലാവർക്കും അറിയാം. ഇന്റഗ്രൽ ഓവർ സി എഫ് ഡി എക്സ് പ്ലസ് ജി ഡി വൈ ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ ഡോ ജി ബൈ ഡോ എക്സ് മൈനസ് ഡോ എഫ് ബൈ ഡോ വൈ ഇൻറ്റു ഡി എ. ഇതാണ് ഗ്രീൻസ് തിയറം എന്ന് പറയുന്നത്. ദെൻ ഈ ഒരു കേസ് എഫ് ഡി എക്സ് പ്ലസ് ജി ഡി വൈ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി എഫ് ഡോട്ട് ഡി ആർ അല്ലെ. എഫ് ഡോട്ട് ഡി ആർ ആണ് ഒരു വെക്ടർ എഫ് ഡോട്ട് ഡി ആർ. വാട്ട് ഇസ് എഫ്? എഫ് ഇസ് സം എഫ് ഐ പ്ലസ് ജി ജെ and dr is dxi plus dyj. ഈ രണ്ട് വെക്ടേഴ്സിന്റെയും കൂടെ ഡോട്ട് പ്രൊഡക്റ്റ് ആണ് എഫ് ഡോട്ട് ഡി ആർ എന്ന് പറയുന്നത്. ആ എഫ് ഡോട്ട് ഡി ആർ ആണ് എവിടെ ഉള്ളത്? ഇവിടെ ഈ ഇന്റഗ്രലിനകത്ത് ഉള്ളത്. ദാറ്റ് ഇസ് ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എഫ് ഡി എക്സ് പ്ലസ് ജി ഡി വൈ എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് ഇതിനകത്ത് ഉള്ളത്. ആൻഡ് നമ്മൾ ലൈൻ ഇന്റഗ്രൽ പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ടായിരുന്നു വർക്ക് ഡൺ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. വർക്ക് ഡൺ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ഇന്റഗ്രൽ ഓവർ സി, അതായത് ക്ലോസ് ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ എന്ന് പറയുന്നത് അല്ലെ. അപ്പോ എഫ് എന്ന് പറഞ്ഞ വെക്ടർ ഫീൽഡ് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഫോഴ്സ് ഫീൽഡ് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഫോഴ്സ് യൂസ് ചെയ്തിട്ട് വരുന്ന വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ എന്ന് പറഞ്ഞ ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. അപ്പൊ വർക്ക് ഡണിന്റെ ഇക്വേഷൻ ആണ് ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ എന്ന് പറയുന്നത്. ലൈൻ ഇന്റഗ്രൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് മുമ്പ്. ആ ഇക്വേഷൻ തന്നെ നമുക്ക് എന്തിലേക്ക് കൺവേർട്ട് ചെയ്യാം? ഗ്രീൻസ് തിയറം യൂസ് ചെയ്തിട്ട് ഡബിൾ ഇന്റഗ്രൽ യൂസ് ചെയ്ത് നമുക്ക് എന്ത് ഇന്റഗ്രേറ്റ് ചെയ്യാം? ഈ വർക്ക് ഡൺ ഇവാലുവേറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോ ലൈൻ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുന്നതിനേക്കാളും ചില കേസുകളിലൊക്കെ എളുപ്പം ഡബിൾ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാനായിരിക്കും അല്ലെ. അപ്പോ നമ്മൾ എന്ത് ചെയ്യും? ഗ്രീൻസ് തിയറത്തിന്റെ അപ്ലിക്കേഷൻ ആയിട്ട് എന്ത് പഠിക്കും? ഇറ്റ് ഈസ് യൂസ് ടു ഫൈൻഡ് ദ വർക്ക് ഡൺ ഓഫ് എ ഫോഴ്സ് ഫീൽഡ് എഫ്. ഓക്കെ, ബൗണ്ട് ഓവർ എ റീജിയൻ ബൗണ്ടഡ് ബൈ എ ക്ലോസ്ഡ് കർവ് സി. ഓക്കെ, അപ്പൊ ഇതിന്റെ പ്രോബ്ലം ആണ് നമ്മൾ ഇനി ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ് ഫീൽഡ് എഫ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് മൈനസ് വൈ ക്യൂബ് ഐ പ്ലസ് കോസ് വൈ പ്ലസ് എക്സ് ക്യൂബ് ജെ ഓൺ എ പാർട്ടിക്കിൾ ദാറ്റ് ട്രാവൽസ് വൺസ് അറൌണ്ട് എ യൂണിറ്റ് സർക്കിൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1 ഇൻ കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പൊ എങ്ങനെയാണ് ഇതിലെ വർക്ക് ഡൺ കണ്ടുപിടിക്കുന്നത്? വർക്ക് ഡണിന്റെ ഇക്വേഷൻ, ഈ ഫോഴ്സ് ഫീൽഡ് യൂസ് ചെയ്തിട്ടുള്ള വർക്ക് ഡണിന്റെ ഇക്വേഷൻ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇക്വേഷൻ നമുക്ക് എഴുതാം. വർക്ക് ഡൺ W is equal to integral over C F dot dr. That is, ഇവിടെ F dot dr എടുക്കാൻ നിങ്ങൾ F തന്നു കഴിഞ്ഞാൽ ഇപ്പോ ഡോട്ട് പ്രൊഡക്റ്റ് എടുത്ത് കഷ്ടപ്പെടുമൊന്നും വേണ്ട. ഇതിനകത്ത് Fലെ I എന്ന് പറയുന്ന വെക്ടർ മാറ്റിയിട്ട് അവിടെ dx കൊടുക്കുക, J എന്ന് പറയുന്ന വെക്ടർ മാറ്റിയിട്ട് അവിടെ dy കൊടുക്കുക. ഓക്കെ, that is this is equal to integral over C e raised to x minus y cube into I മാറ്റിയിട്ട് അവിടെ dx കൊടുക്കുക പ്ലസ് cos y plus x cube into j മാറ്റിട്ടോടെ dx കൊടുക്കാം. Okay, now it is f dx plus g dy എന്നുള്ള ഫോർമുല ആയിട്ടുണ്ട്. Now we can use Green's theorem. What is the Green's theorem? Integral over c f dx plus g dy is equal to double integral over r dou g by dou x minus dou f by dou y into dA. ഈ Green's theorem ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. For that we have to identify f, g and we have to find dou g by dou x and dou f by dou y. From this, what is f? F is dx ന്റെ കൂടെ വരുന്നതാണ് f. Therefore f is e raised to x minus y cube. Now fy dou g by dou f by dou y ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. fy dou f by dou y that is equal to ഇതിനെ with respect to y integrate means differentiate ചെയ്താൽ e raised to x ന്റെ ഡെറിവേറ്റീവ് 0 വരും and minus 3y square ആയിരിക്കും dou f by dou y വരുന്നത്. And from this g is cos y plus x cube. And we have to find dou g by dou x with respect to x in differentiate ചെയ്താൽ this 0 ആയിരിക്കും. You will get 3x square. Okay, now we will substitute dou g by dou x and dou f by dou y over here and evaluate the double integral. Okay,
അപ്പോ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടും. വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു യൂസിങ് this integral over c raised to x minus y cube dx plus cos y plus x cube dy is equal to double integral over r, the region r, dou g by dou x. Dou g by dou x is 3x square minus dou f by dou y. Dou f by dou y is minus 3y square into dA. Now this is equal to, ഒന്ന് സിംപ്ലിഫൈ ചെയ്താൽ എന്ത് കിട്ടും നമുക്ക്? This is equal to 3 കോമൺ ആയിട്ട് നമുക്ക് ഔട്ട്സൈഡ് എടുക്കാം. 3 into double integral over r x square plus y square into dA, where r is a region, it's a unit circle. ആ യൂണിറ്റ് സർക്കിളിലാണ് നമ്മുടെ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് ഇവിടെ സർക്കിളിന്റെ ഇക്വേഷൻ x square plus y square equal to 1 ആണ്. സർക്കിൾ ആയതുകൊണ്ട് നമുക്ക് എന്തിലേക്ക് കൺവേർട്ട് ചെയ്യാം? പോളാർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാം. പോളാർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്തൊക്കെയാണ്? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് പോളാർ ഫോം ഒക്കെ. പോളാർ ഫോമിലേക്ക് മാറ്റുമ്പോൾ we'll take x square plus y square equal to r square and x equal to r cos theta and y equal to r sin theta. ഇവിടെ രണ്ടും x ഉം y ഉം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ആവശ്യമില്ല. And dA will be r dr d theta, and you have to take limits radius from 0 to r. ഇവിടെ r എന്ന് പറയുന്നത് സർക്കിളിന്റെ r 1 ആണ്. അപ്പൊ 0 to 1 ആണ് ഇവിടെ റേഡിയസ് വരിക. And theta in a complete circle varies from 0 to 2 pi. ഓക്കെ, ഇപ്പൊ പോളാർ ഫോമിലേക്ക് മാറ്റാനുള്ള ലിമിറ്റുകളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഡയറക്റ്റ് ആയിട്ട് പോളാർ ഫോമിലേക്ക് മാറ്റിയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുക. ദിസ് ഇസ് ഈക്വൽ ടു 3 into integral theta from 0 to 2 pi, integral r from 0 to 1. Instead of x square plus y square, we'll write r square, and dA is r dr d theta. This is equal to 3 into, ഇത് product function ആണല്ലേ. അപ്പൊ സെപ്പറേറ്റ് രണ്ട് ഇന്റഗ്രൽ ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാം. theta from 0 to 2 pi d theta into integral r from 0 to 1 r cube dr. എന്തുകൊണ്ടത് സെപ്പറേറ്റ് ചെയ്തെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് മുമ്പ്. എന്തുകൊണ്ടാണ് സെപ്പറേറ്റ് ചെയ്ത? ഇതൊരു പ്രൊഡക്റ്റ് ഫംഗ്ഷൻ ആണ് അല്ലെ. സമ്മോ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റാത്തൊന്നുമല്ല. പ്രൊഡക്റ്റ് ആണെങ്കിൽ രണ്ട് വാരിയബിൾസ് നിങ്ങൾക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ചെയ്തിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാം. ഓൺലി ഇഫ് ദ ലിമിറ്റ്സ് ആർ കോൺസ്റ്റന്റ്. ഇവിടെ ലിമിറ്റുകൾ കോൺസ്റ്റന്റുകളാണ്, അത് കുഴപ്പമൊന്നുമില്ല. ഡയറക്റ്റ് ഇവാലുവേറ്റ് ചെയ്താൽ 3 into this is തീറ്റ എന്ന് കിട്ടും. തീറ്റ ലിമിറ്റ് 2 pi കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി 2 pi and into ഇത് r raised to 4 by 4 ആണ് വരിക. ഫ്രം 0 to 1 by 4 എന്ന് വരും അല്ലെ. ആൻസർ 2 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 3 pi by 2. You will get 3 pi by 2 ആണ് ഇവിടുത്തെ വർക്ക് ഡൺ ബൈ ദിസ് ഫോഴ്സ് ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ലൈൻ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യേണ്ടതിന് പകരം ഡബിൾ ഇന്റഗ്രൽ, ഗ്രീൻസ് തിയറം യൂസ് ചെയ്തിട്ട് ഡബിൾ ഇന്റഗ്രൽ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിച്ചത്? വർക്ക് ഡൺ കണ്ടുപിടിച്ചത്. ഓക്കെ, ലിസൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യൂസ് ഗ്രീൻസ് തിയറം ടു ഫൈൻഡ് ദ വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ് F equal to വെക്ടർ F is equal to xyi plus x square by 2 plus xyj, the particle starts at 40 and traverses the upper semicircle x square plus y square equal to 16 and returns to the starting point along the x-axis. എന്ന് വെച്ചാല് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് 40 സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പാർട്ടിക്കിൾ അപ്പർ സെമി സർക്കിളിലൂടെ മൂവ് ചെയ്തിട്ട്, അതായത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 16 എന്ന് പറയുന്ന അപ്പർ സെമി സർക്കിളിലൂടെ മൂവ് ചെയ്തിട്ട് തിരിച്ച് അത് റിട്ടേൺ പോയിന്റിലേക്ക് തന്നെ വരും. എങ്ങനെ? ഈ എക്സ് ആക്സിസിൽ കൂടെ. അപ്പൊ ഇതാണ് നമ്മുടെ ഫിഗർ എന്ന് പറയുന്നത്. ഈ ഒരു റീജിയൻ ആണ് നമ്മുടെ ആർ എന്ന് പറയുന്ന റീജിയൻ. ഈ റീജിയനകത്താണ് നമ്മൾ ഇത് വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ വർക്ക് ഡൺ ഇക്വേഷൻ W ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ, ദാറ്റ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ സി. ഇവിടെ എഫ് ഡോട്ട് ഡി ആർ കണ്ടുപിടിക്കാൻ എക്സ് വൈ ഇൻറ്റു ഡി എക്സ് പ്ലസ് ജെ മാറ്റിയിട്ട് ഡി വൈ കൊടുക്കാം. എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് എക്സ് വൈ ഇൻറ്റു എക്സ് വൈ ആണ് xy into dy. Now we use Green's theorem and we'll take this as f and this one as g. Okay, f um g um nammal eduthu. Then f is equal to xy. Dou f by dou y is x. Alle, then with respect to y integrated means differentiate then you will get x, and g is x square by 2 plus xy. We'll differentiate with x.
with respect to x, you will get 2x square by 2 plus y. What are the 2x by 2 ആണ്. 2x by 2, x square integral 2x ആണ്. 2x by 2, 2 cancel ചെയ്ത് കഴിഞ്ഞാൽ you will get x plus y. Okay, then ഇവിടെ നമ്മള് instead of this we will use double integral using Green's theorem. Integral over r dou g by dou x minus dou f by dou y into dA. Now this is equal to double integral over r dou g by dou x substitute here, it will be x plus y minus dou f by dou y, it is x into dA. Okay, now we will cancel this off. Now this is equal to double integral over r y dA. ഇതിനെയാണ് നമ്മൾ ഇനി ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇനി ഇതിനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യണം യൂസിങ് ഡബിൾ ഇന്റഗ്രൽസ്. നൗ നമ്മുടെ ഫിഗർ എന്ന് പറയുന്നത് അപ്പർ സെമി സർക്കിൾ ആണ് അല്ലെ. അപ്പൊ സർക്കിൾ തന്നെയാണ് സ്റ്റിൽ പോളാർ ഫോമിലേക്ക് തന്നെ നമുക്ക് കൺവേർട്ട് ചെയ്യാം. പോളാർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് y എന്തായിരിക്കും, r sin θ ആയിരിക്കും. അത് ശ്രദ്ധിക്കുക, y is r sin θ. പിന്നെ dA ആണുള്ളത്, dA is r dr dθ ആണ്. Then r varies from 0 to radius. The radius is 4 here. And theta varies from, in a complete circle it varies from 0 to 2 pi. ഇതിപ്പോ സെമി സർക്കിൾ അല്ലല്ലോ, അപ്പൊ it varies from 0 to pi. അപ്പൊ ഇത്രയും വാല്യൂസ് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം. Now this is equal to integral theta from 0 to pi, integral r from 0 to 4, y ആണ് അവിടെ ഉള്ളത് r sin theta into dA is r dr dθ. Still ലിമിറ്റുകളൊക്കെ കോൺസ്റ്റന്റ് ആണ്, പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. Now this is equal to integral theta from 0 to pi sin theta dθ into integral r from 0 to 4 r square dr. Now this is equal to minus cos theta from 0 to pi, okay, into r cube by 3 from 0 to 4. Clear? ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. ലിമിറ്റുകൾ കൊടുക്കാം. മൈനസ് കോസ് പൈ മൈനസ് മൈനസ് കോസ് 0, okay, into r raised to 4 is 64 by 3. Lower limit is 0 ആണ്. Now this is equal to minus cos pi is minus 1 അല്ലെ. അപ്പൊ ഇത് പ്ലസ് 1 ആവും. And this is again plus 1. It will be 2 into 64 by 3. 128 by 3 എന്ന ആൻസർ കിട്ടും നമുക്ക്. ഓക്കെ, ക്ലിയർ? അപ്പോ ഫോഴ്സ് ഫീൽഡിന്റെ വർക്ക് ഡൺ ആണ് നമ്മളിപ്പോ ഗ്രീൻസ് തിയറം യൂസ് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ് ഏരിയ ഓഫ് എ റീജിയൻ. ഇതും ഗ്രീൻസ് തിയറം തമ്മിൽ എന്താണ് കണക്ഷൻ എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏരിയ ഓഫ് എ റീജിയൻ എന്ന് പറയുന്നത് ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ ഡി എ ആണ് അല്ലെ. ഇതാണ് ഏരിയ ഓഫ് ദ റീജിയൻ എന്ന് പറയുന്നത്. ആൻഡ് വിൽ ടേക്ക് ലൈൻ ഇന്റഗ്രൽ ഇക്വേഷൻ ഫോർ ദിസ് ഏരിയ. ഏരിയയുടെ ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ലൈൻ ഇന്റഗ്രൽ ഇക്വേഷൻ നമ്മൾ എടുക്കും. ഈ ആറിന്റെ ബൗണ്ടറീസിൽ കൂടെയുള്ള ഒരു ലൈൻ ഇന്റഗ്രൽ ഇക്വേഷൻ. വിൽ ടേക്ക് ദിസ് ആസ് ഏരിയ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഇന്റഗ്രൽ ഓവർ സി മൈനസ് വൈ ഡി എക്സ് പ്ലസ് എക്സ് ഡി വൈ എന്ന് പറഞ്ഞ ഇക്വേഷൻ നമ്മൾ ചൂസ് ചെയ്യും. ആൻഡ് വിൽ സേ ദാറ്റ് ദിസ് ഇസ് ദ ഫോർമുല ടു ഫൈൻഡ് ഏരിയ ഓഫ് ദ റീജിയൻ വിത്ത് ദ ബൗണ്ടറി സി. ഇനി ഇത് കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്കിത് ഗ്രീൻസ് തിയറം വെച്ചൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഗ്രീൻസ് തിയറത്തിൽ ഇങ്ങനെ എഴുതുവാണെങ്കിൽ ദിസ് വിൽ ബി എഫ് അല്ലെ, ആൻഡ് ദിസ് ഇസ് ജി. ക്ലിയർ? അപ്പോ എഫ് ഇസ് മൈനസ് വൈ ആൻഡ് ജി ഇസ് എക്സ്. What is dou f by dou y? It is minus 1. Dou g by dou x is plus 1. Now using Green's theorem, 1 by 2 into Green's theorem. ഇതിന് പകരം Green's theorem കൊടുക്കുകയാണെങ്കിൽ ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ എന്ന് എഴുതാം നമുക്ക്. dou g by dou x minus dou f by dou y into dA എന്ന് എഴുതാം. This is 1 by 2 into double integral over r. Dou g by dou x is 1. Minus dou f by dou y is minus 1 into dA, that is plus 2 അല്ലെ. ഇത് 2 ആയിട്ട് വരും. ആ 2 കൂടെ ഔട്ട് സൈഡ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ക്യാൻസൽ ആയി പോകും. ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ ഡി എന്ന് കിട്ടും. ദിസ് ഇസ് വാട്ട് ഇറ്റ് ഇസ് ഏരിയ അല്ലെ. ഏരിയയുടെ ഫോർമുലയാണ് നമുക്ക് മനസ്സിലായി. അപ്പോ ലൈൻ ഇന്റഗ്രൽ യൂസ് ചെയ്തിട്ട് നമ്മൾ ഏരിയ കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്ന ഒരു ഫോർമുലയാണ് ഇത്. ഏരിയ ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഇന്റഗ്രൽ ഓവർ സി മൈനസ് വൈ ഡി എക്സ് പ്ലസ് എക്സ് ഡി വൈ. ഇത് ലൈൻ ഇന്റഗ്രൽ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നതാണ്. ഗ്രീൻസ് തിയറത്തിൽ നിന്നാണ് ഈ ഫോർമുല നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്നതെന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ ഇതിന്റെ കൂടെ നമുക്ക് എന്ത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്? ലൈൻ ഇന്റഗ്രൽ യൂസ് ചെയ്തിട്ട് ഏരിയ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്.
കാൽക്കുലസ് എന്ന് പറയുന്ന പേപ്പറിനകത്ത് ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ള, പല പ്രാവശ്യങ്ങളായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് ലൈൻ ഇന്റഗ്രൽ യൂസ് ചെയ്തിട്ട് എലിപ്സിന്റെ എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ എലിപ്സിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ. അപ്പൊ ഇത് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല യൂസിംഗ് ലൈൻ ഇന്റഗ്രൽ 1/2 into integral over c minus dx plus minus y dx plus x dy എന്നുള്ള ഇക്വേഷൻ ആണ്. For this from the ellipse we'll take its ഇതിന്ന് x ഓ y ഓ മാറ്റിയിട്ടൊക്കെ നിങ്ങളോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, or otherwise you will use its parametric form. Parametric form ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. Parametric form of an ellipse is x equal to a cos theta and y equal to b sin theta. നമ്മൾ സർക്കിളിന്റെ x equal to r cos theta, y equal to r sin theta എന്ന് പറയുന്ന പോലെ തന്നെ ഇവിടെ എലിപ്സ് ആയതുകൊണ്ട് r അല്ല, രണ്ട് വ്യത്യാസം ഉണ്ടാവും, എയും ബിയും ആയിരിക്കും. ഒന്ന് ലോങ്ങർ സൈഡും പിന്നെ ഒന്ന് ഷോർട്ടർ സൈഡും ഉണ്ടല്ലോ എലിപ്സിന്റെ. ഇങ്ങനെയാണല്ലോ എലിപ്സ് വരിക. ഇതാണ് എ, ഈ ഡിസ്റ്റൻസ് ആണ്, ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് എ എന്ന് പറയുന്നത്, ഈ ഡിസ്റ്റൻസ് ആണ് ബി എന്ന് പറയുന്നത്. അപ്പൊ സർക്കിൾ ആയിരിക്കില്ല, അപ്പൊ രണ്ടും വ്യത്യാസം ഉണ്ടാവും. x equal to r cos theta, y equal to r sin theta എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യും. ഇൻസ്റ്റെഡ് ഓഫ് തീറ്റ നമുക്ക് വേണമെങ്കിൽ വേറെ എല്ലാം ടിയോ എന്ന് വേണമെങ്കിലും കൊടുക്കാം. ആൻഡ് ഇവിടെ റേഡിയസ് വാരി ചെയ്യുന്നത്, സോറി നോട്ട് റേഡിയസ്, ആ തീറ്റ വാരി ചെയ്യുന്നത് കംപ്ലീറ്റ് എലിപ്സ് ഉള്ളതുകൊണ്ട് തീറ്റ വാരീസ് ഫ്രം 0 to 2π. തീറ്റ 0 ലെസ് ദാൻ തീറ്റ ലെസ് ദാൻ 2π ആണ് ഇവിടുത്തെ ലിമിറ്റ് എന്ന് പറയുന്നത്. ആൻഡ് വി ഫൈൻഡ് ഫ്രം ദിസ് dx എന്ന് നമുക്ക് x ൽ നമുക്ക് dx കണ്ടുപിടിക്കാം. dx is a കോൺസ്റ്റന്റ് ആണ്, a into cos theta derivative minus sin theta into d theta, and dy from this dy is b into cos theta d theta. അപ്പൊ ഈ സബ്സ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ x equal to a cos theta, y equal to b sin theta, dx equal to minus a sin theta d theta, and dy equal to b cos theta d theta എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ we get 1/2 into integral minus b sin theta. Instead of y we will substitute b sin theta into dx is minus a sin theta d theta plus x is a cos theta and dy is b cos theta d theta. 0 less than theta less than 2π. Okay, and here we have to substitute its limit. Limit is theta from 0 to 2π. Now it is equal to 1/2 into integral theta from 0 to 2π. എന്ത് വരും? മൈനസ് പ്ലസ് ആയിട്ടുണ്ടാവും, സൈൻ സ്ക്വയർ തീറ്റ വരും. എ ബി സൈൻ സ്ക്വയർ തീറ്റ ഡി തീറ്റ പ്ലസ് എ ബി കോസ് സ്ക്വയർ തീറ്റ ഡി തീറ്റ. ഇതിലെ കോമൺ ഫാക്ടേഴ്സ് എ ബി ഡി തീറ്റ, അത് ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ 1/2 into integral theta from 0 to 2π എ ബി into സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഡി തീറ്റ. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ 1 ആണ്. Therefore it is 1/2 into integral theta from 0 to 2π എ ബി ഡി തീറ്റ എന്ന് വരും. എ ബി കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ എ ബി ബൈ 2 into തീറ്റ 0 to 2π. അപ്പൊ തീറ്റ ഫ്രം 0 to 2π ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ 2π ആണ് വരിക അല്ലെ. ഐ വിൽ റൈറ്റ് ഹിയർ ദിസ് ഇസ് ഈക്വൽ ടു എ ബി ബൈ 2 into തീറ്റ 2π വരും. 2 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ പൈ എ ബി. പൈ എ ബി ആണ് എലിപ്സിന്റെ ഏരിയ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോ ഏരിയ കണ്ടുപിടിക്കാൻ നമ്മൾ ലൈൻ ഇന്റഗ്രൽ യൂസ് ചെയ്യാം. ഇത് ഗ്രീൻസ് തിയറത്തിന്റെ അപ്ലിക്കേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രീൻസ് തിയറം യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഫോർമുല നമ്മൾ ഡിറൈവ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഗ്രീൻസ് തിയറത്തിനകത്തും ഇത് ചോദിക്കാം. അപ്പൊ നമ്മൾ പാരാമെട്രിക് ഫോർമുലയ്ക്ക് മാറ്റിയിട്ടാണ് ഇതിന്റെ ഏരിയ കണ്ടുപിടിച്ചത്. അല്ലാതെ തന്നെ എക്സലും വൈലും നിർത്തിയിട്ട് തന്നെ നമുക്ക് ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുള്ള പ്രോബ്ലം ആണിത്. ഓക്കെ, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഏരിയ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ അല്ല, ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഇത് ഏരിയ ആയിട്ടും ചോദിക്കാറുണ്ട്. ഇവാലുവേറ്റ് integral over c y dx minus x dy where c is the cardioid, r equal to a into 1 plus cos theta, 0 less than theta less than 2π. Okay, ഇവിടെ നമുക്ക് ഓൾറെഡി ഫിഗറിന്റെ ഇക്വേഷൻ ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട്. കാർഡിയോയിഡ് എന്ന് പറഞ്ഞാൽ ഏകദേശം 2 ടൈപ്പ് വരുന്നുണ്ട്. ഏതായാലും ഈ ടൈപ്പിൽ വരുന്ന സാധനത്തിനാണ് നമ്മൾ കാർഡിയോയിഡ് എന്ന് പറയാം. ഇങ്ങനെയും ചോദിക്കും, ഇങ്ങനെയും വരയ്ക്കാം, ഇങ്ങനെയും വരയ്ക്കാട്ടോ. ഈ ടൈപ്പിൽ വരുന്നതാണ് കാർഡിയോയിഡ് എന്ന് പറയുന്നത്. സപ്പോസ് ഇതാണെങ്കിൽ ഇവിടെ ഒറിജിൻ ആണെന്ന് വിചാരിക്കൂ. ഇതില് തീറ്റ 0 to 2π ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് തിരിച്ച് ഇവിടെ തന്നെ വരുന്നുണ്ട്. അപ്പൊ 0 to 2π തീറ്റ വരുന്നുണ്ട്. ആൻഡ് റേഡിയസ് സ്റ്റാർട്ട്സ് ഫ്രം 0 to r. r എന്ന് പറഞ്ഞാൽ ഇവിടെ ഇതാണ് വാല്യൂ.
അപ്പൊ ആറിന്റെ വാല്യൂ 0 r from 0 to a into 1 plus cos theta ആണെന്ന് മനസ്സിലാക്കുക ആൻഡ് തീറ്റ ഫ്രം 0 to 2 pi ആണെന്നും മനസ്സിലാക്കാം. ഓക്കെ, ദെൻ നമുക്ക് ഇവിടെ ഈ ഏരിയ മീൻസ് ഇത് ഇവാലുവേറ്റ് ചെയ്യണം യൂസിംഗ് ദസ് ഗ്രീൻസ് തിയറം. ഗ്രീൻസ് തിയറം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. നോക്കൂ, വിചാരിക്കും y dx minus x dy. Here x dx ന്റെ കൂടെ ഉള്ള this one is f and this one is g. Therefore f is y and g is minus x. Dou f by dou y is 1. Dou g by dou x is minus 1. Apo using Green's theorem, double integral over r dou g by dou x minus dou f by dou y into dA. എന്തൊരു നോക്കി നോക്കൂ, double integral over r, what is dou g by dou x minus 1? Minus 1 minus 1 into dA. This is equal to minus 2 into double integral over r dA. ഈ കാർഡിയോയിഡിന്റെ ഏരിയ നിങ്ങൾക്ക് കാണാതെ അറിയാമെങ്കിൽ ഡയറക്റ്റ് ഏരിയയോടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 3/2 a square pi ആണ്. 3π/2 a square ആണ് ഇതിന്റെ ഏരിയ, കാർഡിയോയിഡിന്റെ ഏരിയ വരിക. അത് കാണാൻ അറിയാത്ത ആൾക്കാർ ഇത് ഇന്റഗ്രേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുന്നത് വേണം. Now it is equal to പോളാർ ഫോമിലേക്കാണ് നമ്മൾ മാറ്റുന്നത്. ഇവിടെ ഇനി മാറ്റാനുള്ളത് ഡി എയും കൂടെ. ഡി എ is r dr d theta. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ -2 into theta from 0 to 2 pi r from 0 to a into 1 plus cos theta r dr d theta. ഇത് നേരത്തെ ചെയ്ത പോലെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് രണ്ടായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം ആറിന്റെ ലിമിറ്റിൽ എന്ത് വരുന്നുണ്ട്, തീറ്റ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആദ്യം ആറിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. -2 into integral theta from 0 to 2 pi r square by 2 from 0 to a into 1 plus cos theta d theta. ഓക്കെ, ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് ഒരു പ്രാവശ്യം കൂടെ ഇന്റഗ്രേറ്റ് ചെയ്ത് വരും. Now it is equal to -2 into integral theta from 0 to 2 pi r square, that is a square into 1 plus cos theta the whole square by 2 minus 0 ആണ് കൊടുക്കേണ്ടത്, അപ്പൊ 0 ആയി പോകും. d theta ഈ a 2 നമുക്ക് ക്യാൻസൽ ചെയ്യാം. minus a square into integral theta from 0 to 2 pi 1 plus cos theta the whole square into d theta. ഇത് ഒരു കോൺസ്റ്റന്റ് ലിമിറ്റ് വരുന്ന ഇന്റഗ്രൽ ആണ്. ഇത് നിങ്ങൾക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യാം. യു വിൽ ഗെറ്റ് ദ ആൻസർ ആസ് -a square into 3 pi എന്ന ആൻസർ കിട്ടും. ഇതിന്റെ വാല്യൂ 3 pi ആണ്. Therefore ഫൈനൽ ആൻസർ ആസ് -3a square pi. ഇതാണ് ഈ ഒരു കാർഡിയോയിഡുള്ള നമ്മൾ ലൈൻ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഇത് ഏരിയ ആയിട്ട് കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 3π/2 a square ആണ് ഈ കാർഡിയോയിഡിന്റെ ഏരിയ എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ -2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ യു ഗെറ്റ് ദിസ് ആസ് നോട്ട് ലൈക്ക് ദിസ് ഈസ് -3π a square. ഓക്കെ, അപ്പോ അത് ഓർത്ത് വെച്ചാൽ മതി. അപ്പോ ഗ്രീൻസ് തിയറത്തിന്റെ ആപ്ലിക്കേഷൻസ് ഇതൊക്കെയാണ്, കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇനി ഒരു ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിക്കാൻ ചാൻസ് ഉള്ളത്, പക്ഷെ അത് ചോദിക്കാറില്ല കുറെ കാലമായിട്ട്, ഗ്രീൻസ് തിയറം വെരിഫൈ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. അത് പക്ഷെ ഭയങ്കര ലെങ്തി ആയതുകൊണ്ട് ചോദിക്കാൻ ചാൻസ് ഇല്ല. എന്നാലും നമുക്ക് അടുത്ത വീഡിയോയിൽ ഗ്രീൻസ് തിയറത്തിന്റെ വെരിഫിക്കേഷൻ 1-2 ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് ഗ്രീൻസ് തിയറത്തിന്റെ ആപ്ലിക്കേഷൻസ്, അതിന്റെ പ്രോബ്ലംസ് ആണ്. അത് യൂസ് ചെയ്തിട്ട് ഗ്രീൻസ് തിയറം യൂസ് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് വർക്ക് ഡൺ കണ്ടുപിടിക്കാം, അതുപോലെ തന്നെ എങ്ങനെയാണ് ലൈൻ ഇന്റഗ്രൽ ഏരിയയുടെ ഫോർമുല ഗ്രീൻസ് തിയറം വെച്ച് നമ്മൾ ഡിറൈവ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത. ബിടെക് മാത്തമാറ്റിക്സ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രിപ്ഷന്റെ കൂടെ കാണുന്ന ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു.